അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഹവായി ജഹാസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. പൈദൽ സെ ഹവായി ജഹാസ് തക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ യാത്രകൾ, ഓരോ ആളുകളുടെയും യാത്രകൾ നിരന്തരമായി ചേഞ്ചിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്, മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവർ പലപ്പോഴും നടന്നപ്പോഴും നമുക്ക് നടക്കാൻ മടിയാണ്. കിലോമീറ്ററുകളോളം താണ്ടിയ ജീവിതങ്ങൾ കഥ പറയാനുള്ള ലോകമാണ് നമ്മുടേത്. എന്നാൽ ഇന്ന് നമുക്ക് 1 കിലോമീറ്റർ പോലും, അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ പോലും നടക്കാനും മടിയുള്ള എന്നല്ല, പല ആളുകളും നടക്കാൻ വിസമ്മതിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമ്മുടെ ചരിത്രം എന്താണ് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. പൈദൽ സെ ഹവായി ജഹാസ് തക്ക്, ഓരോ എഞ്ചിനുകൾ കണ്ടുപിടിച്ചത്, യാത്രകൾ തുടങ്ങിയത്, കുതിരവണ്ടികളും കാളവണ്ടികളും എല്ലാ വിഷയവും പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് പിന്നെ, അപ്പോൾ ഒരുപാട് വിഷയങ്ങളിലൂടെ നടന്ന് നമ്മൾ വലിയ വലിയ പുരോഗതികളിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ജോർജ് സ്റ്റീഫനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ കൂട്ടിയിട്ട് ഒരു എൻജിൻ ഉണ്ടാക്കി. അത് വെള്ളത്തിൽ പോവാൻ നമ്മെ സഹായിക്കുന്ന എൻജിനായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ജോർജ് സ്റ്റീഫന് പിന്നെയുള്ള ചിന്ത എന്താണെന്ന് അറിയോ? അദ്ദേഹം ഒരു എൻജിൻ ഉണ്ടാക്കി. ആ എൻജിൻ്റെ പ്രത്യേകത, ജനങ്ങളെ വഹിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനത്തെ ഒരു എൻജിൻ ഉണ്ടാക്കി. അതിൻ്റെ ഒപ്പം വണ്ടിയും ഫിറ്റ് ചെയ്യും, സ്വാഭാവികമാണ്. അപ്പോൾ വണ്ടി ഉണ്ടാവും, ജനങ്ങളെ അതിൻ്റെ ഒപ്പം കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും ആ എൻജിൻ വെച്ച്. അതാണ് പറഞ്ഞത്, ജോർജ് സ്റ്റീഫനെ സോച്ച ആബ് ഐസ എൻജിൻ ബനാന ചാഹിയെ ജോ സവാരി ഗാഡിയാംബി കീഞ്ച് സക്കെ. ഉസ് മർത്തബെ, ഈ ഒരു വിഷയത്തിലെ ഉസ്നെ പഹിലെ സെ കഹേ അച്ഛ എൻജിൻ ബനായ. അദ്ദേഹം കുറേ നേരത്തെ തന്നെ ഒരുപാട് എൻജിനുകൾ ഉണ്ടാക്കിയിരുന്നു. ഈ ഒരു വിഷയത്തിലെ അദ്ദേഹം നേരത്തെ തന്നെ ഒരുപാട് എൻജിനുകൾ ഉണ്ടാക്കിയിരുന്നു. എൻജിൻ കെ പീछे സവാരോं से भरी कोई गाड़ी भी लगा दी और फिर उसने उस गाड़ी को चलाकर दिखाया. ये पहली रेल गाड़ी थी. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം ആദ്യം തന്നെ ഒരുപാട് കഹേ അച്ഛ എൻജിൻ ബനായ, ഒരുപാട് നല്ല നല്ല എൻജിനുകൾ ഉണ്ടാക്കിയിരുന്നു. എൻജിൻ കെ പീछे സവാരോं से भरी कोई गाड़ी भी लगा दी. ഈ എൻജിനിന് പിന്നിലായിക്കൊണ്ട് യാത്രക്കാരെ നിറച്ചുകൊണ്ട്, യാത്രക്കാരാൽ നിറഞ്ഞ കുറേ യാത്രക്കാർ ആ വണ്ടിയിലുണ്ട് എന്നർത്ഥം, മനസ്സിലായോ? അങ്ങനെ യാത്രക്കാരൊക്കെ കുത്തി നിറച്ചിട്ടുള്ള കോയി ഗാഡി ബി ലഗാതി, നിരവധി വണ്ടികളും ചേർത്തിയിരുന്നു. അപ്പോൾ എൻജിൻ പ്ലസ് വണ്ടി, ആ വണ്ടിയിൽ ആളുകൾ ഉണ്ടാവും, എൻജിൻ ഉണ്ടാവും, എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു യാത്ര. മനസ്സിലാണ്ടോ പറയണേ? മനസ്സിലാണില്ലേ? ആ, അപ്പോൾ എൻജിൻ കെ പീछे सवारों से भरी कोई गाड़ी भी लगा दी और फिर उसने उस गाड़ी को चला कर दिखाया. എന്നിട്ട് അദ്ദേഹം ആ ഒരു വണ്ടിയെ ചലിപ്പിച്ച് കാണിച്ചു കൊടുത്തു. അദ്ദേഹം ആ ഒരു വണ്ടിയെ ചലിപ്പിച്ച് കാണിച്ചു കൊടുത്തു. മനസ്സിലാണ്ടല്ലോ പറയണേ? യേ പഹലി റെയിൽ ഗാഡി തീ, ഇത് ആദ്യത്തെ റെയിൽ ഗാഡി ആയിരുന്നു, ഇത് ആദ്യത്തെ വണ്ടിയായിരുന്നു. അപ്പോൾ ഭൂമിയിലുള്ള യാത്രകളെ പറഞ്ഞത്. ഇനി ആകാശത്തേക്കുള്ള യാത്രകൾ എങ്ങനെയാണ്? മനുഷ്യരിപ്പോൾ പക്ഷികളെപ്പോലെ, പറവകളെപ്പോലെ, കാക്കകളെപ്പോലെ, പരുന്തിനെപ്പോലെ, മറ്റോ പറക്കുന്ന വസ്തുക്കളെപ്പോലെ പറക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അങ്ങനെ പറക്കാൻ നോക്കുക. ഇനി അതില്ലെങ്കിൽ വേറെന്തെങ്കിലും വണ്ടിൻ്റെ സഹായത്തോടു കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ആകാശത്തിലൂടെ പറക്കാനുള്ളൊരു സംവിധാനം ഒരുക്കുക. അതാണ് ഞാൻ നെക്സ്റ്റ് ചിന്ത. ഇതൊക്കെ കഴിഞ്ഞു പോയ ഓരോ ചിന്തകൾ ഇങ്ങനെ നമ്മൾ പയവറക്കാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സഞ്ചാര പദങ്ങൾ കടന്നു വന്നത് എന്ന് നമുക്ക് പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾക്കറിയേണ്ട വിഷയമാണ്, പ്ലെയിനിൽ പോയ ആളുകളൊക്കെ ഉണ്ടാവും. ഇൻസാൻ കോ യേ ഖയാൽ ബഹുത് ദിൻ സേ തെ.
മനുഷ്യന് ഈ ഒരു ചിന്ത ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്നു. ഏത് ചിന്ത? അതാണ് പറയുന്നത്, കെ പരിന്തോം കി തറ വാബി ഹവാമേ ഉഡ് സക്താ ഹൈ. പറവകളെ പോലെ അവനും നമ്മുടെ അന്തരീക്ഷത്തിൽ പറക്കാൻ കഴിയും. അപ്പൊ പറവകളെ പോലെ പറക്കാൻ കഴിയുന്ന ഒരു ചിന്ത അവർക്കും ഉണ്ടായിരുന്നു. നമുക്കും ഒന്ന് പറന്ന് പറവകളെ പോലെ കഴിയോ, അതോ ചാടോ വീഴോ മുറിയാവോ, അപ്പൊ അതിനെന്തെങ്കിലും കണ്ടുപിടുത്തം നടത്തണ്ടേ എന്നൊക്കെയുള്ള ഒരു ചിന്തകൾ മനുഷ്യന്റെ ചിന്തകളുണ്ടായിരുന്നു. കഹാ ജാത്താ ഹെ, മാത്രമല്ല പറയപ്പെടുന്നുണ്ട്, കെ ഏക് ബാർ, ഒരു പ്രാവശ്യം. ഉണ്ടോ വണ്ടി ഉണ്ടങ്ങള്? എന്ത് വണ്ടി അത്? വിമാനം അല്ലേ, വിമാനം. അപ്പൊ പറയപ്പെടുന്നുണ്ട്, ഏക് ബാർ, ഒരു പ്രാവശ്യം, ഉസ്നെ പരിന്തോക്കെ ബഹുസെ പർ ജമാക്കി, അദ്ദേഹം ഒരുപാട് പക്ഷികളുടെ തൂവലുകൾ ഒരുമിച്ച് കൂട്ടി, തൂവലുകൾ ശേഖരിച്ചു. പർ എന്ന് പറഞ്ഞാൽ തൂവല്. അപ്പോൾ പശുക്കളുടെ ഒരുപാട് തൂവലുകൾ ഇയാള് ജെയിംസ് വാട്ട് എന്ത് ചെയ്തു? ശേഖരിച്ചു. ഓർ ഉനെ അപ്പിനെ ബാസോൻസെ ബാന്ത്കർ ഊഞ്ചായിസ്, എന്നിട്ട് അതിനൊക്കെ തൻ്റെ രണ്ട് ബാസു എന്ന് പറഞ്ഞാൽ തൻ്റെ രണ്ട് കൈകളിൽ എന്ത് ചെയ്തോ? ബന്ധിപ്പിച്ചോ. പറവകളെ തൂവലുകൾ എന്ത് ചെയ്യും? ഇങ്ങനെ ബന്ധിപ്പിച്ചോ. രണ്ടു ഭാഗത്തും കുറേ തൂവല്, ഇവിടെയും തൂവല് ഇവിടെയും തൂവല്, അങ്ങനെ കുറേ തൂവലായിട്ട് ഇങ്ങനെ ബന്ധിപ്പിച്ച് ഇങ്ങനെ നിന്നു. എന്നിട്ട് ബാന്ധക്കർ അങ്ങനെ ബന്ധിപ്പിച്ചിട്ട് ഊഞ്ചായിസ് ഖോദകർ, പിന്നെ ഒരുപാട് മുകളിൽ നിന്നും എന്ത് ചെയ്തു? ഒറ്റ ചാട്ടം അടീക്കണ് ചാടി. മുകളിൽ നിന്നും എവിടേക്ക് ചാടി? അടീക്കണ് ചാടി. കുറേ മുകളിൽ നിന്ന് എന്ത് ചെയ്യോ? അടീക്കണ് ചാടി. മനസ്സിലായോ? മനസ്സിലാണ്ട് പറയണേ? കുറേ മുകളിൽ നിന്നേ അടീക്കണ് ചാടിന്ന്. അപ്പൊ ഏതായാലും അങ്ങനെ ചാടി. ഊഞ്ചായിസൊക്കെ ഒതൊക്കെ ചാടിയിട്ട് ഉടനെ കോശിക്ക് അങ്ങനെ പറക്കാൻ ശ്രമിച്ചോ. മുകളിൽ നിന്നും ചാടിയിട്ട് പറക്കാൻ ശ്രമിച്ചോ. മനസ്സിലാണ്ട് പറയണേ? മനസ്സിലാണില്ലേ? ഓക്കെ. ലേക്കിൻ പക്ഷേ അപ്പിനെ ഉസ് പഹലി കോശിഷ് മേ വോ നാകാം രഹ, പക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആ ഒരു ശ്രമത്തിൽ അദ്ദേഹം വിജയിച്ചില്ല. നാകാം രഹ പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഒന്നും ഉണ്ടായില്ല എന്നർത്ഥം. ആദ്യത്തെ ശ്രമത്തിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടായില്ല. ഓർ ജമീൻ പർ ആഗിറ, ഭൂമിയിൽ വീണു, പ്രശ്നമായി ആകെ. ഫിർബി ഇൻസാനെ ഹിമ്മത്ത് നെയ്ഹാരി, പിന്നീടും ഒരു മനുഷ്യന്റെ ഹിമ്മത്ത് എന്ത് ചെയ്തില്ല? പരാജയപ്പെട്ടില്ല. ഓർ ഹവാമേ ഉടനെ കലിയെ, വായുവില് ഹവയിൽ ഇങ്ങനെ പറക്കാൻ വേണ്ടിയിട്ട് ഉസ്നെ അപ്പിനി കോശിശയും ബറാബർ ജാരി രക്കെ, തൻ്റെ പരിശ്രമങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരുന്നു. ആഖിർക്കാർ അങ്ങനെ അവസാനം 1903 രണ്ട് അമേരിക്കൻ ബായികളായ വിൽബർ റൈറ്റ് അതുപോലെ ഓർവിലെ റൈറ്റ്, രണ്ട് സഹോദരന്മാരാണ്. അവർ ഏക ഐസി മെഷീൻ ബനാനേമേ കാമിയാബോകെ, ഇത്തരത്തിലുള്ള ഒരു മെഷീൻ ഉണ്ടാക്കുന്നതിൽ വിജയിച്ചു. എങ്ങനെയുള്ള മെഷീനാണ്? ജോ പെട്രോൾ കി മദസെ ഉഡ് സക്തി ഹൈ, പെട്രോളിന്റെ സഹായത്തോടു കൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മെഷീൻ കണ്ടെത്തിയോര്. എന്നിട്ട് എന്താ ഉണ്ടാവുന്നത് നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് നോക്കാം. ഓക്കെ, ഇത്രയും എഴുതുക, ഷോർട്ട് ചെയ്താൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.